പൊതുവെ നടുവേദന വരുന്ന ആളുകളിൽ കാണുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് S1-L5 ഡിസ്ക് ബൾജാവുന്നതാണ്. മറ്റൊരു കാരണം L4-L5 ഡിസ്ക് ബൾജാവുന്നതാണ്. ഇത്തരം ഡിസ്കുകളിൽ വരുന്ന ഡീഹൈഡ്രേഷൻ മുഖേന ഡിസ്കുകളും വെയിനും തമ്മിലുള്ള ജോയിൻറ്റുകളിൽ ഫ്ലൂയിഡ് കുറയുകയും അത് ഒരു ക്രാഷ് ആവുകയും അതുവഴി ഡിസ്കും വെയിനും തമ്മിൽ കംപ്രഷൻ ആവുകയും വെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ചെയ്യും. വെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതോടെ കാലുകൾക്ക് മരവിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലുകളുടെ എനർജി ഫോക്കസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ കാണിക്കും. ചില ആളുകളിൽ വെയിനും ഡിസ്കും തമ്മിൽ പതുക്കെ ഉരഞ്ഞുറഞ്ഞ് ഇൻഫ്ലമേഷൻ ആകും. അവർക്ക് നടുവിൻ്റെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആയിരിക്കും വേദനയെങ്കിൽ ചില ആളുകളിൽ മുട്ടിന് താഴെയായിരിക്കാം വേദന ഉണ്ടാവുക. ചില ആളുകളിൽ തുടയിലായിരിക്കും ഈ വേദന വരും. എവിടെയാണോ ആ ഡിസ്ക് വേരിയേഷൻ വരുന്നത് ആ ഭാഗത്തായിരിക്കും നമുക്ക് ഈ വേദന ഉണ്ടാവുക. ഇത്തരം വേദനകളെ പരിഹരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ഡിസ്കിൻ്റെ കംപ്രഷൻ മാറ്റി ആ വെയിനിൻ്റെ കംപ്രഷൻ മാറ്റി അതിനെ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. വെയിൻ ഫ്രീ ആയി കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഭംഗിയാവുകയും നമ്മുടെ കാലിലേക്കുള്ള എനർജി ഭംഗിയാവുകയും ചെയ്യും. ഇത് വരാനുള്ള പ്രധാന കാരണം ഡീഹൈഡ്രേഷനാണ്. പ്രത്യേകിച്ച് അലർജറ്റിക്കായ ക്യാരക്ടർ, വാദസംബന്ധമായ പ്രശ്നമുള്ളവർ, അതല്ലെങ്കിൽ ഏതെങ്കിലും ആസിഡ് റിഫ്ലക്ഷൻ ഉള്ളവർക്കൊക്കെയാണ് പൊതുവേ ഇത് വരാറുള്ളത്. അതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്നതാണ്.